നമുക്ക് വ്യത്യസ്തമായ രീതിയിലൊരു കുഞ്ഞുമത്തി കറി വെച്ചാലോ? അതിനാവശ്യമായ വെളിച്ചെണ്ണ, പിന്നെ കുഞ്ഞുമത്തി നല്ല വൃത്തിക്ക് വെട്ടി തേച്ച് കഴുകിയതാണ്. 1/2 കിലോ ഉണ്ട്, കുഞ്ഞതാണ്. ഇതുണ്ട കുഞ്ഞത്. അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേറൊന്നും ഇടണ്ട. പ്രത്യേകം അങ്ങനെ വലിയ ചേരുവകളൊന്നുമില്ല. അത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ട് ബാക്കിയുള്ള ചേരുവ, ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരുമാതിരി മൂക്കുകയോ ചെയ്യാവേ. അതിലോട്ട് ഒരു നുള്ളു ഉലുവ, ഒരു നുള്ള് സാദാ ജീരകം. അത് ഭയങ്കര രുചിയാണ് ഇതിന്. അതും ഒന്ന് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ, എണ്ണ ഇത്ര വേണ്ട, ഞാൻ പിന്നെ ലേശം കൂടുതൽ എടുത്തതാണ്. എന്നിട്ട് അതിലോട്ട് മുളക് പൊടി 1.5 വലിയ സ്പൂണിന് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി 1/4 സ്പൂൺ. നല്ലപോലെ ഒന്ന് ഇളക്കി, എന്നിട്ട് അതിലോട്ട് വിനാഗിരി ഒഴിക്കണം. ആവശ്യത്തിന്, ഞാൻ കുടംപുളിയൊന്നും ഇടുന്നില്ല, വിനാഗിരി ഒരു 2 സ്പൂണ് ചുറ്റും വേണം, പുളി വേണമല്ലോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അധികം ചാറൊന്നും ഉണ്ടാവില്ല. നല്ല പോലെ എണ്ണ ഇതെല്ലാം മൂത്തു. അതിലോട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓരോന്ന് പെറുക്കിയിടുന്നതിലും ഭേദം ഇങ്ങനെ അങ്ങ് ഇടുന്നതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. അത് വറ്റിച്ചങ്ങെടുക്കണം ചെറിയ തീയിൽ, അധികം ഇളക്കാനൊന്നും പാടില്ല. എന്നാ ടേസ്റ്റാണെന്നറിയാം. ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. ചെറിയ തീയിൽ ഇതൊന്ന് വെന്തെടുക്കണം. മത്തി ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കണം കേട്ടോ, അപാര ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറൊന്ന്. ഊണ് കണ്ടാലോ? ചോറ് വെള്ളച്ചോറാണേ. അതിലോട്ടിതാ സാമ്പാർ ഇങ്ങനെ ഒഴിച്ച്, പിന്നെ ഇത് ചക്കക്കുരു, കഴിഞ്ഞ കൊല്ലം എടുത്ത് വെച്ച ചക്കക്കുരു ഇപ്പോൾ ഉണ്ട്. നമുക്കിത് കുഴച്ച് വെച്ചത്, ആ മസാലയെല്ലാം ഇട്ടിട്ട് ചക്കക്കുരു. ഇത് ചെറുപയർ തോരൻ. ഇതാണ് കുഞ്ഞുമത്തി സ്പെഷ്യൽ, വിനാഗിരിയെല്ലാം ഇട്ടിട്ട് വെച്ചത്. ഇങ്ങനെ വെക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കൂട്ടുന്നതിലിടയ്ക്ക് പറഞ്ഞത് ഞാൻ ഈയിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ്. ഇപ്പം ഞാൻ കഴിക്കാൻ എല്ലാവരെയും വിളിക്കുവാണ്. ഇപ്പം കഴിക്കാൻ വേണ്ടി പോവുക. എൻ്റെ അമ്മോ, ഈ മത്തിക്കറി ഇങ്ങനെ വെക്കണം, ഭയങ്കര ടേസ്റ്റാട്ടാ.